നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേരെ ബീഹാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ ചാർജ് സംഘടനയായ CAA സമീപിച്ച പ്രതികൾ 22 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ വധിക്കാമെന്നും ഇതിന് പാരിതോഷികം നൽകണമെന്നും ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായവരിൽ പ്രധാനി ബക്സർ സ്വദേശിയായ അമൻ കുമാറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2022 കൊൽക്കത്ത വിമാനത്താവളം തകർക്കാൻ അമൻ തിവാരി പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. തീവ്രവാദ സംഘടനകളുമായോ രാജ്യവിരുദ്ധ ശക്തികളുമായോ അന്താരാഷ്ട്ര സംഘടനകളുമായോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചെന്നും 3 യുവാക്കൾക്കെതിരെ ആരോപണമുണ്ട്. ബക്സർ ജില്ലയിലെ ദുംറാവു സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന സിംരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആശാപരരി ഗ്രാമത്തിൽ നിന്നാണ് ഈ യുവാക്കളെ പിടികൂടിയത്. CAA അടക്കം വിദേശ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി സമ്പർക്കം പുലർത്തുകയും അവർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി മോദിയെ വധിക്കാൻ യുവാക്കൾ ഗൂഢാലോചന നടത്തിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ടാണ് പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. യുവാക്കളുടെ അറസ്റ്റ് സ്ഥിരീകരിച്ച ബക്സർ SP ശുഭം ആര്യ പ്രതികളെ അതീവ രഹസ്യമായ ഒരിടത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും പ്രതികരിച്ചു. സൈബർ കഫേ നടത്തുന്ന അമാൻ കുമാർ ഉൾപ്പെടെയുള്ള യുവാക്കളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ജില്ലാ പോലീസാണ് ഈ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ഇതിൽ പങ്കില്ലെന്നും SP വ്യക്തമാക്കി. 22-കാരനായ അമൻ തിവാരി തന്നെയാണ് അറസ്റ്റിലായവരിൽ പ്രധാനി. അമൻ തിവാരിയെ സഹായിച്ചതിനാണ് മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. മോദിയെ വധിക്കാമെന്നും പകരം പണം വേണമെന്നും അമൻ CAA അവരുടെ വെബ്സൈറ്റിലൂടെ ബന്ധപ്പെട്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇയാളുടെ വീട്ടിലെ മുറിയും നിലവിൽ സീൽ ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ മുൻകാല ചരിത്രവും പരിശോധിച്ചു വരികയാണ്. അമൻ നേരത്തെ ഒരു സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും SP പറഞ്ഞു. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് 2022 അമൻ അറസ്റ്റിലായിരുന്നതായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. റെയ്ഡിൽ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്റെ മകന് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പങ്കില്ലെന്നാണ് അമാന്റെ പിതാവ് ഗണേഷ് തിവാരിയും മാതാവ് ഗീതാദേവിയും പറഞ്ഞത്. ഏത് കുറ്റത്തിനാണ് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് തങ്ങൾക്കറിയില്ലെന്ന് മാതാപിതാക്കൾ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വൈകുന്നേരം സിവിൽ വസ്ത്രധാരികളായ ചിലർ വീട്ടിലെത്തി അമാനോട് കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അവർ വീട്ടിൽ കയറി അവനെ കൊണ്ടുപോകുമ്പോൾ അത്താഴം തയ്യാറാക്കിയായിരുന്നുവെന്നും മാതാവ് ഗീതാദേവി പറഞ്ഞു. അതിനിടെ അവൻ വിശ്രമിച്ചിരുന്ന മുറി നിലവിൽ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. അമന്റെ അറസ്റ്റ് അയൽവാസികളെയും ഞെട്ടലാഴ്ത്തി. അവനൊരു സാധാരണ ഗ്രാമീണ യുവാവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അവന്റെ പ്രവർത്തികളിൽ സംശയം തോന്നിയിട്ടില്ല എന്ന് പ്രദേശവാസികളിൽ ഒരാൾ പറഞ്ഞു. എന്നാൽ പോലീസ് പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്നതിനായി വൻതുക ആവശ്യപ്പെട്ടും 22 ദിവസത്തെ സമയം ചോദിച്ചും അമാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CAAക്ക് സന്ദേശം അയച്ചിരുന്നതായിട്ടാണ് വിവരം. ഈ ആശയവിനിമയം സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കാരണമാവുകയും ചെയ്തു. ഇതിന് പിന്നിൽ വിപുലമായ ശൃംഖലയോ വിദേശ ബന്ധങ്ങളോ ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിലെ ഉദ്യോഗസ്ഥർ.